ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ഡിസംബർ മാസം 27 മുതൽ 2026 ജൂൺ മാസം വരെയുള്ള സമയങ്ങളിൽ 12 രാശികളിൽ ഉൾപ്പെടുന്ന ഒരു 7 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം മാറുകയാണ്. ഈ ഒരു സമയത്തെയോ ഗ്രഹസ്ഥിതിയൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒരു നല്ല കാലം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുന്നു. അത്രമേൽ ജീവിത മുന്നേറ്റം, ജീവിത വിജയങ്ങൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, ധനധാന്യ സമ്പൽ സമൃദ്ധികളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇത് നമ്മൾ പറയുന്നത് 7 രാശിക്കാരെ സംബന്ധിച്ച് ആ രാശിക്കുള്ള പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. എല്ലാ അമ്മൻ ജ്യോതിഷത്തിൻ്റെ വീഡിയോയിലും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിൻ്റെ പ്രാധാന്യം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം, ഈ ഒരു പുതുവർഷ ആരംഭം കൂടി ആയതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി 2026 ജീവിതത്തിൽ എത്രത്തോളം ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും എന്നുള്ളത് അറിയുവാനും സാധിക്കും. ഒരു രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത്. രാശിഫലം നമ്മൾ പറയുമ്പോൾ ആ രാശിക്ക് എത്ര വലിയ ഗുണഫലങ്ങൾ പറഞ്ഞാലും എത്ര വലിയ ദോഷഫലങ്ങൾ പറഞ്ഞാലും ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിന് അവരവരുടെ ജനന ജാതകം കൂടെ ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കുക. ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയത്ത് അവരവരുടെ ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഡിസംബർ മാസം 27 മുതൽ 2026 ജൂൺ വരെയുള്ള മാസങ്ങളിൽ 7 രാശികളിൽപ്പെട്ട ഏതൊക്കെ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിട്ടാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയം മാറുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് വളരെയധികം മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കതിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അവരവരെ സംബന്ധിച്ച് അവരവരുടെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി ആ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത ലഭിക്കുന്ന സമയം, അവരവരുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, അതുപോലെ ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും സംഭവിക്കും. ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭവും കൂടിയാണ്. ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇടവം രാശിയിലുണ്ടെങ്കിൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും. ദമ്പതികളാൽ ഒരു നേട്ടങ്ങൾ, അതായത് അവരവരുടെ ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് ലഭിക്കുന്നതുമായിരിക്കും. പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ എതിർപ്പുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം, മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൈകളിലേക്ക് വരുന്ന പണം വരുന്നതിലും കൂടുതൽ ചിലവുകളാണ് പലരെയും സംബന്ധിച്ച്. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ് അനുഭവത്തിൽ വരിക, ചിലപ്പോൾ കടം വാങ്ങിച്ചൊക്കെ ചിലവഴിക്കേണ്ടതായിട്ട് വരിക. ഏതായാലും ഒരുപാട് ചിലവുകൾ
ഉണ്ടായ ഒരു സമയമാണ്. പലർക്കും ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യത്തിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിടെ കൈകളിലേക്ക് വരുന്ന പണം പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാവുക. പലർക്കും ഈ മുന്നോട്ടുള്ള 2026 സ്വന്തമായിട്ടൊരു ഭൂമിക്കും ഗൃഹത്തിനുമൊക്കെയുള്ള യോഗം ലഭിക്കുന്ന ഒരു വർഷക്കാലം കൂടെയാണ്. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഇടവം രാശിക്കാർക്ക് മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും ഈശ്വരൻ നൽകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയമാണ്. ഇടവം രാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ട പല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ആ കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. നിങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പൊതുവെ ഇടവം രാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഒരു നല്ല കാലഘട്ടമായിട്ട് മാറും. പ്രത്യേകിച്ചും ജൂൺ മാസം വരെയുള്ള ഒരു സമയം അപ്രതീക്ഷിതമായിട്ടുള്ള പല ഗുണഫലങ്ങളും നന്മകളും നേട്ടങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം, മാറ്റം തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ ഓരോ തരത്തിലായിരിക്കും. അതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കുന്ന ഒരു നല്ല സമയമാണ്. നിങ്ങളൊരു 10% പ്രയത്നിച്ചാൽ 100% ഒരു ഫലം ലഭിക്കുമെന്നുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് അത്രമാത്രം ഗുണഫലങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരികയും ചെയ്യും. പ്രധാനമായിട്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, കർമ്മം എന്താണോ ആ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, മുന്നേറ്റം ലഭിക്കുന്ന കാലഘട്ടമാണ്. പലരെയും സംബന്ധിച്ച് ഡിസംബർ 27 മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിച്ച ഒരു സ്ഥാനമാറ്റം, ഇടം മാറ്റം ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. പദവി ഉയർച്ച ഒക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ്, സാമ്പത്തിക ഉയർച്ച ലഭിക്കുക. വിദേശ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ വിദേശ ജോലി ഭാഗ്യമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കും, അതുപോലെ തന്നെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്കൊക്കെ സമയം വളരെ വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ കർമ്മസംബന്ധമായിട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വന്തമായ ഒരു തൊഴിൽ, ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് മുന്നോട്ടുള്ള സമയം വളരെ വളരെ ഉത്തമമാണ്. സ്വന്തമായി തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ് ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടം ആണ് മുന്നോട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ വിട്ടുമാറുകയും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ധാരാളം ധനവരവ് ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബിസിനസ്സൊക്കെ നടത്തി വന്നവർക്ക് ഇനി ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് നിർത്താം എന്നുള്ള ഒരു തീരുമാനമൊക്കെ പലരും എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്കതൊക്കെ നല്ല രീതിയിൽ പുനരാരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സമയം മുന്നോട്ട് വളരെ വളരെ ഉത്തമമാണ്.
അതുപോലെ തന്നെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. മിഥുനരാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. ചിലരെ സംബന്ധിച്ചൊരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നു. മറ്റു ചിലരെ സംബന്ധിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പല കാരണങ്ങളാൽ രണ്ടുപേരും രണ്ടിടത്തായിട്ട് താമസിക്കേണ്ട അനുഭവം ഇതൊക്കെയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെങ്കിലും അതൊക്കെ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന ആ കാലതാമസം, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യനായിട്ടുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാർക്കും സമയം വളരെ വളരെ ഉത്തമമാണെന്ന് മനസ്സിലാക്കുക. മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. നല്ല രീതിയിൽ കർമ്മമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരുമാനം ഉണ്ടാകുമ്പോൾ ആ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറും എന്നുള്ളതാണ്. പൊതുവെ മിഥുനരാശിക്കാർക്ക് സമയം വളരെ വളരെ ഉത്തമമാണ്. ഇനി അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ പറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത, നമ്മൾ പറയാറില്ലേ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള കുറച്ചധികം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ടൊക്കെ പലരും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പലരെയും സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരനുഭവം, അപ്രതീക്ഷിതമായിട്ടുണ്ടായ സാമ്പത്തികപരമായിട്ടുള്ള തകർച്ച, വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ചു വന്ന പലരും ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം കൊണ്ടൊക്കെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കടക്കണിയിലൊക്കെ അകപ്പെട്ട ഒരനുഭവം. അതുപോലെ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരിക, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അനുഭവം, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചവർ ധാരാളമാണ്. വണ്ടി വാഹനങ്ങളിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് അത്രമേൽ വളരെ കൂടുതലാണ്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുവരെ ചിന്തിച്ച ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം. അത്രമേലാണ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവത്തിൽ വരുന്നത്. അത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചിലർക്ക് ആരോഗ്യപരമായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട്, ചെയ്യുന്ന ജോലി സംബന്ധിച്ച്, അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ട്, മറ്റു ചിലർക്ക് സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടാകുന്ന മനോവിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും അതിലൊക്കെ നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അനുഭവത്തിൽ ലഭിച്ചതെങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയം അതിന് നേർ വിപരീതമായി ഒരുപാട് നന്മകൾ, അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. എത്ര വലിയ ആരോഗ്യ പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മാറ്റം, മോചനം ലഭിച്ച് ശരീരത്തിന് പുത്തൻ ഉണർവ്, ആരോഗ്യം, ഉന്മേഷം ലഭിക്കും. ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തി, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, കടക്കെണിയിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം, ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ് മുന്നോട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്പാദ്യത്തിനുള്ള ഒരവസരം, നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറും. അടിസ്ഥാനപരമായി സാമ്പത്തിക വിഷമതകൾ വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അവരവരുടെ കുട്ടികളെപ്പറ്റി, സന്താനങ്ങളെപ്പറ്റി ഉണ്ടായിരുന്ന വിഷമതകൾ
ആകുലതകൾ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം, ഭാവി ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് ഉയർ വിദ്യാഭ്യാസമോ നല്ല ജോലിയോ വിവാഹമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഈശ്വരൻ സന്താന ഭാഗ്യവും നൽകുന്ന ഒരു സമയമാണ്. ചിങ്ങം രാശിക്കാർക്ക് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത്രമേൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത് സാമ്പത്തികമാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ദാമ്പത്യപരമായിട്ടാണെങ്കിലും അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ, സ്വന്തം ബന്ധങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും പ്രശ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയുവാനുള്ളൂ. പക്ഷേ എല്ലാവരെയും സംബന്ധിച്ച് അവരവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം ഇനി മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും വന്നു ചേരും. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച ലഭിക്കും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തികൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം, ഗുണഫലമാണ് മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും ലഭിക്കുന്നത്. ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സമയം അത്രമേൽ മാറിയിട്ടുണ്ട്. മുന്നോട്ട് ഞാൻ ഈ പറഞ്ഞ സമയമൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ മാറ്റം അനുഭവത്തിൽ വരും. സാമ്പത്തികപരമായിട്ട് എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ചിങ്ങം രാശിക്കാർക്കും ഒരു നല്ല മാറ്റമാണ് ഈശ്വരൻ നൽകുന്നത്. ജീവിതത്തിലൊരു ഉന്നതി, ഉയർച്ചയൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും മുന്നോട്ടുള്ള സമയം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. സമയം അത്രമേൽ നിങ്ങൾക്ക് ശുഭമാണ് എന്ന് മനസ്സിലാക്കുക. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആദ്യം അനുഭവത്തിൽ വരുന്ന ഗുണം നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള എല്ലാ വിഷമതകളും വിട്ടുമാറും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന തുലാം രാശിയിൽപ്പെട്ട പല വ്യക്തികളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളാണ് മാറി മാറി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും ആ മാനസിക പ്രയാസങ്ങൾ, ആകുലതകൾ, വിഷമതകൾ ഒക്കെ വിട്ടുമാറി മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷമാണ് മുന്നോട്ട് ലഭിക്കുന്നത്. മനസ്സന്തോഷമുണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായി നടക്കുന്ന സമയമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടമാണ് മുന്നോട്ട് വരാനിരിക്കുന്നതെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. അത്രമേൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ്. അതുപോലെ പലർക്കും സഹോദരങ്ങളുമായിട്ടൊരു ഭിന്നത, അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിന്നിരുന്നു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും, വിഷമതകളും, അഭിപ്രായ ഭിന്നതകളുമൊക്കെ വിട്ടുമാറി ആ സഹോദര ബന്ധത്തിൽ ഒരു ദൃഢത കൈവരുന്ന സമയം, സഹോദരങ്ങളുമായിട്ടൊക്കെ ഒന്ന് കൂടിച്ചേരാനായിട്ടുള്ള അവസരം, ഭാഗ്യം ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. അതുപോലെ സഹോദരങ്ങളാൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളോ നന്മകളോ അവരിൽ നിന്ന് ആശ്വാസമേകുന്ന തരത്തിലുള്ള വാക്കുകൾ, പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. അത് കടബാധ്യതകളാണെങ്കിലും രോഗദുരിതങ്ങളാണെങ്കിലും എതിർപ്പുകളോ ശത്രുതകളോ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സുഖം, സൗഭാഗ്യം, ഭാഗ്യം ഇതൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പലരും പലതരത്തിലുള്ള
ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അത് ഈ പറഞ്ഞ ചിലർക്ക് കടബാധ്യതകളാകാം, ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളാകാം, ചിലർക്ക് ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നേരിടുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകളാകാം. ചിലരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാകാം. ഇത് ഏതു തന്നെയാണെങ്കിലും ഇതിനൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയം, നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അതാണ് ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞത്. മാനസികമായിട്ട് നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനൊരു മാറ്റമുണ്ടായി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തിൻ്റെ ആരംഭമാണ് എന്നുള്ളത്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തുലാം രാശിക്കാർക്ക് ലഭിക്കും. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ല സമയം എന്ന് തന്നെ നമുക്ക് പറയാം. ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭാഗ്യം. പല വിഷമതകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. അത് ആരോഗ്യപരമാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ദാമ്പത്യപരമായിട്ടാണെങ്കിലും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ടാണെങ്കിലും ബന്ധങ്ങളിലുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ഈശ്വരൻ നൽകും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. സ്വന്തം ജനന ജാതകത്തിൻ്റെ പ്രാധാന്യവും തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡിസംബർ 27 മുതൽ 2026 ജൂൺ വരെയുള്ള സമയം തീർച്ചയായിട്ടും അത്ഭുതകരമായ മാറ്റങ്ങൾ, നന്മകൾ സംഭവിക്കുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ടുള്ള സമയം സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനു രാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കുറച്ചധികം നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ധനുരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി സുഖം എന്ന ഒരു വാക്ക് പലരും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അത്രമേൽ ഒരു സുഖാനുഭവങ്ങൾ പലർക്കും ലഭിച്ചിട്ടില്ല. ശാരീരികവും മാനസികവും സാമ്പത്തികപരവുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെയാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റമുണ്ടാകും. അതുപോലെ ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കർമ്മസംബന്ധമായിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങളാണ് ധനുരാശിക്കാർക്കുള്ളത്. ചിലർക്ക് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു പോയി. ചിലർക്ക് ആ ചെയ്യുന്ന ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ധനവരവ്, മുന്നേറ്റം ലഭിക്കുന്നില്ല. മറ്റുള്ളവർക്ക് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്തേക്കൊരു ട്രാൻസ്ഫർ, ഒരു സ്ഥലം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ സംഭവിച്ചു. അങ്ങനെ വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാലും പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളാണ് മുന്നോട്ടുള്ളത്. അപ്പോൾ ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ട്. അതുപോലെ ചിലർക്ക് പ്രത്യേകിച്ച് ഈ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിലുണ്ട്. ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിലോ താൽക്കാലിക വേർപിരിവോ മറ്റു ചിലർക്കൊരു വിവാഹമോചനത്തിൻ്റെ അവസ്ഥയിലോ ഒക്കെ എത്തി നിൽക്കുന്നുണ്ട്. ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകുന്ന ഒരു സമയമാണ് മുന്നോട്ടുള്ളത്. ഇത്രയും കാലം നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു സുഖം, സമാധാനം, സന്തോഷം ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നതായിരിക്കും. എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുവാനുള്ള ഒരു ഈശ്വരാധീനം, ഒരു ഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് ഈ പറഞ്ഞ പ്രകാരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുക, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറുക, ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുക, വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാവുക. ഇങ്ങനെ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് ധനുരാശിക്കാർക്ക് വിട്ടുമാറി നല്ല രീതിയിൽ ആ കർമ്മം സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മാറും. കർമ്മസംബന്ധമായ പ്രയാസങ്ങൾ വിട്ടുമാറുന്നതോടു കൂടി തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയുകയും നിങ്ങളുടെ പല പ്രതിസന്ധികൾ, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മാറ്റമുണ്ടായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എത്ര വലിയ ഒരു കടബാധ്യത, സാമ്പത്തിക പ്രയാസമുള്ളവർക്കാണെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടിയാണ്.
ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതിലും ഒരു മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ആ ദമ്പതികൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നു ചേരും. പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമാണ്. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറി നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയവും. ധനുരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പുനർവിവാഹവും ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നൽകും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ ലഭിക്കാതിരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. പ്രത്യേകിച്ച് ഗൃഹം സംബന്ധിച്ച പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു വീട് നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ചു, പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, അത് പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ താമസിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു യോഗം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ഗൃഹം നിർമ്മിക്കാനുള്ള ഭാഗ്യവും ഈ കാലഘട്ടങ്ങളിൽ ധനുരാശിക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ തരത്തിലും നന്മകൾ ലഭിക്കുന്ന സമയം. ധനുരാശിക്കാരെ സംബന്ധിച്ച് മാതാവ്, മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയവും. ധനുരാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയത്തിൻ്റെ ആരംഭമാണ് മുന്നോട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് അറിയുവാനും സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം വളരെ വളരെ ഉത്തമമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സൗഭാഗ്യ കാലഘട്ടം, നല്ല സമയം തന്നെയാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയാൻ അത്ര വലിയ നന്മകളൊന്നുമില്ല എന്നുള്ളതാണ് പരമമായ സത്യം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കുംഭം രാശിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒന്നും ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് നോക്കുമ്പോൾ തന്നെ കുംഭം രാശിക്കാർ ഇനി ജീവിതത്തിൽ അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഏറ്റവും നല്ല ജീവിത നിലവാരത്തിൽ നിന്ന് വളരെ താഴെ തട്ടിലേക്ക് പതിച്ച പല വ്യക്തികളുമുണ്ട്. ജീവിതത്തിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പറയുവാനുള്ളത്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകൾ, ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ചിലർക്ക് ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നവർ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും. കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ വിവാഹമോചനം സംഭവിച്ച കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾ നിരവധിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കടബാധ്യതകളും അങ്ങനെയൊക്കെ പലതരത്തിലാണ്. നമ്മളേറെ വിശ്വസിച്ചിരുന്ന പലരിൽ നിന്നും നമുക്ക് ചതി, വഞ്ചന ഇതൊക്കെയാണ് പലർക്കും അനുഭവത്തിലുള്ളത്. പണം കൊടുത്തും മറ്റുള്ള രീതിയിലും പലരെ സഹായിച്ചിട്ടും നമ്മുടെ ആവശ്യത്തിന് അവരിൽ നിന്ന് തിരിച്ച് ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു അനുഭവം ലഭിക്കാതിരിക്കുക, സഹായിച്ച വ്യക്തികൾ തന്നെ പിന്നീട് ശത്രുക്കളായിട്ട് തിരിഞ്ഞു നിൽക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. മറ്റു ചിലരെ സംബന്ധിച്ച് വിശ്വാസവഞ്ചന, ചതി എന്നിവ മൂലം കടബാധ്യതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ലഭിച്ചിട്ടുള്ള ആ ഒരു അനുഭവമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ പോരാടി മുന്നോട്ട് വരുന്ന വ്യക്തികളാണെന്ന് നമുക്ക് പറയാം. അത്രമാത്രം ജീവിത അനുഭവങ്ങൾ, പോരാട്ടങ്ങളാണ്. ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്, ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തത് എന്നുള്ളൊരു തിരിച്ചറിവ്, ജീവിതത്തിലൊരു തിരിച്ചറിവ് ലഭിച്ച രാശിക്കാരാണ് കുംഭം രാശിക്കാർ. അത്രമാത്രം ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് പരമമായിട്ടുള്ള സത്യം. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും ഇപ്പോൾ അവർ വസിക്കുന്ന വീട്, ഭവനമൊക്കെ ഒരു ജപ്തിയുടെ വക്കിലൊക്കെ എത്തിയ വ്യക്തികളും, അല്ലെങ്കിൽ ആ ഒരു ഭവനത്തിൻ്റെ, വീടിൻ്റെ ബാധ്യത മൂലം പലതരത്തിൽ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സമയം ആരംഭിക്കുകയാണ്. പല കഷ്ടതകളും, ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറും. ഇപ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കുംഭം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്.
പക്ഷേ പ്രശ്നങ്ങളില്ലാത്തവർ വളരെ ചുരുക്കമെന്ന് മാത്രമേ പറയുവാനുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള സമയം എടുത്തു പറയുവാനുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി തന്നെയാണെന്ന് നിസ്സംശയം പറയാം. എത്ര വലിയ കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളിൽ കൂടെയോ കടന്നു പോകുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കും അപ്രതീക്ഷിതമായ ധനപരമായ മുന്നേറ്റമൊക്കെ ലഭിച്ച് ആ സാമ്പത്തിക ബാധ്യതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു നിലയും വിലയും മതിപ്പും ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം സുഖം ലഭിക്കും. അകന്നു കഴിഞ്ഞിരുന്ന പല സ്വന്തം ബന്ധങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം, അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഭൂമിയോ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന സമയം. ഒരു ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഭൂമി വിൽക്കാനുള്ള സമയം. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങളുടെ പല ബാധ്യതകളും തീർക്കുവാൻ സാധിക്കും. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഭൂമി ലഭിക്കുക, അതുപോലെ ഗൃഹം നിർമ്മിക്കുക, ഇതിനൊക്കെയുള്ള യോഗമുള്ള സമയമാണ്. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ അത് മുടങ്ങിപ്പോയ വ്യക്തികളാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം മുന്നോട്ടുള്ള സമയത്ത് വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കും. നിങ്ങൾ പരിശ്രമിച്ചാൽ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കും. ഒരുപാട് കാലങ്ങളായി കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നു, മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിലാണ് നല്ല നല്ല ഗുണാനുഭവങ്ങൾ മുന്നോട്ട് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. പൂർവികപരമായിട്ട് ആദ്യം പറഞ്ഞ പ്രകാരം ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലഭിക്കും. അതുപോലെ പൂർവികപരമായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. പിതാവ് പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തീരെ പ്രതീക്ഷിക്കാത്ത മോശപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ച വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളായിരിക്കും പലർക്കും വന്നു ചേരുക. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മം സംബന്ധിച്ചും ആരോഗ്യം സംബന്ധിച്ചും ധനപരമായ മുന്നേറ്റമാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമോ നല്ല ജോലിയോ നല്ല വിവാഹമോ ഒക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് കുംഭം രാശിക്കാരുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കും. സന്താനങ്ങളാൽ സൗഭാഗ്യം ഈശ്വരൻ നൽകുന്ന സമയം. മാനസിക സുഖം, സമാധാനം, സന്തോഷം ഇതൊക്കെ അനുഭവത്തിൽ വരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. കാരണം അത്രമേൽ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത് എന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നല്ല മാറ്റങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക. അത്രമേൽ സമയം അനുകൂലമാണ്. ഇനി അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും മുന്നോട്ടുള്ള സമയം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് 7ര ശനിയിലെ ഒരു ജന്മശനി കാലഘട്ടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് മീനം രാശിക്കാർ. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം ചുമന്ന് മുന്നോട്ട് പോകുന്ന വ്യക്തികളെന്ന് ഒറ്റ വാക്കിൽ പറയാം.
അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ജീവിത ഭാരങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് നമ്മുടെ തലയ്ക്ക് ചുമക്കാവുന്നതിലും കൂടുതൽ ഭാരം ചുമക്കുന്ന വ്യക്തികളെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രമേൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് പല മീനം രാശിയിൽപ്പെട്ട വ്യക്തികളും കടന്നു പോകുന്നത്. ഓരോ മനുഷ്യനെയും സംബന്ധിച്ച്, ഓരോ സ്ത്രീ പുരുഷന്മാരെയും സംബന്ധിച്ച് പലർക്കും പ്രശ്നങ്ങൾ പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മീനം രാശിക്കാർ വളരെ വളരെ കൂടുതലുമാണ്. മീനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ, അതായത് പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം ജനിച്ച വ്യക്തികൾ ആർക്കെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എങ്കിൽ അതിനർത്ഥം അവരുടെ ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം നടക്കുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് പലതരത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ തന്നെയാണ്. ആ ജന്മശനി കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ജന്മത്തിൽ ആ തലയിൽ നിൽക്കുന്ന സമയത്ത് അത്രമേൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് പലരെയും സംബന്ധിച്ചും. നിങ്ങൾക്ക് ഈ ഒരു സമയം മുതൽ നല്ലൊരു മാറ്റം, ആ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാനസികം, ശാരീരികവും സാമ്പത്തികവുമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ച് ഇതൊരു മാറ്റത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ സമയം, കാലഘട്ടമെന്ന് നമുക്ക് പറയാം. എത്ര വലിയൊരു ബുദ്ധിമുട്ട് സാമ്പത്തികപരമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ, പുതിയ മാർഗങ്ങൾ ഈശ്വരൻ തുറന്നു നൽകും. നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു നല്ല മാറ്റം, ഒരു പൂർണ്ണമായ മോചനം ലഭിച്ച് ശാരീരികമായ ആരോഗ്യം വീണ്ടും കിട്ടി ആ ശരീരത്തിനൊരു പുത്തൻ ഉണർവ് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ അലട്ടുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നൽകുകയും മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അടിത്തറ നൽകുന്ന തരത്തിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി ഈശ്വരൻ തുറന്നു നൽകും എന്നുള്ളതാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ, വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുക. അതുപോലെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായി പക്ഷെ വളരെ പെട്ടെന്ന് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. എന്തെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ടാകാം, കാരണങ്ങൾ പലതാണെങ്കിലും രണ്ടുപേരും രണ്ടിടത്തായിട്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥയൊക്കെ അനുഭവിക്കുന്ന മീനം രാശിക്കാർ ധാരാളമാണ്. ആ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരസ്പരം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു കിട്ടും. അതുപോലെ ദമ്പതികളിൽ പലരും ഒരു ജോലിയുടെ ആവശ്യമായിട്ട് രണ്ടുപേരും രണ്ടിടങ്ങളിലോ രണ്ട് രാജ്യത്തോ ആയിട്ടൊക്കെ നിൽക്കുന്ന അനുഭവമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരവസരം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. ദാമ്പത്യപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസം, അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി നല്ലൊരു വിവാഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു ഏഴരശനിയിലെ ജന്മശനി ദോഷമൊക്കെ പൂർണ്ണമായിട്ട് ഒന്ന് വിട്ടുമാറുന്ന തരത്തിലൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. പലതരത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് മീനം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നേരിടുന്ന അനാവശ്യ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അതൊക്കെ വിട്ടുമാറും. ജോലി നഷ്ടപ്പെട്ട മീനം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയം നിങ്ങൾ പരിശ്രമിച്ചാൽ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ലൊരു ജോലി ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. നല്ലൊരു കർമ്മം. അപ്പോൾ കർമ്മസംബന്ധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉന്നതി, ഒരു മാറ്റം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരും. പലരെയും സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള നന്മകൾ, മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരൻ നൽകും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കർമ്മത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് പരിശ്രമിക്കാവുന്ന സമയമാണ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി ഒരിടത്ത് ജോലി ചെയ്യുന്നു, വലിയ ഒരു ഉയർച്ച ലഭിക്കുന്നില്ല, ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു ജോലി ലഭിക്കും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. സ്വന്തമായൊരു ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്ന മീനം രാശിക്കാർക്കും അതിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ധൈര്യമായിട്ട് ശ്രമിക്കാം, അതൊക്കെ അനുഭവത്തിൽ ലഭിക്കും.
ഏറെക്കാലങ്ങളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമെന്നുള്ളതാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുകയും ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമാകാനുള്ള ഈശ്വരാനുഗ്രഹം കൂടി ലഭിക്കുകയും ചെയ്യും. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റം അനുഭവത്തിൽ വരും. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലും കർമ്മം സംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. സമയം മുന്നോട്ട് വളരെ വളരെ അനുകൂലത്തിലാണ്. ഒരുപാട് ദോഷങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അതിലൊക്കെ ഒരു മാറ്റം വന്ന് ജീവിതത്തിലൊരു നേട്ടങ്ങളുടെ അല്ലെങ്കിൽ നല്ല സമയത്തിൻ്റെ ആരംഭമെന്ന് നിസ്സംശയം പറയാം. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദി പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും മുന്നോട്ടുള്ള സമയം ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.